അവൾ എന്നോടിപ്പോ ചോദിച്ചതും ഇതേ ചോദ്യ. നമ്മുടെ ഈ ഈവനിങ്സ് ഇവിടെ ഇങ്ങനെ തുടങ്ങിയിട്ട് എത്ര വർഷമായി? എന്തിനാ വർഷങ്ങളുടെ കണക്കെടുക്കുന്നേ? ഇതുപോലൊക്കെ അങ്ങ് മുടങ്ങാതെ പോകുന്നേ സന്തോഷിച്ചാ പോരെ. ആരൊക്കെ പോയി, ആരൊക്കെ വന്നു വരുന്നു, ഡോക്ടർ കണക്കെടുത്തിട്ടുണ്ടോ? പതാലിലെ വൈദ്യര് പോയി, ഇലമയ്ക്കലെ ഗോപാലകൃഷ്ണപിള്ള പോയി, പീലി പോയി, കൈമളാശാൻ പോയി, പിന്നെ എല്ലാം ഉത്സാഹിച്ചു നോക്കി നടത്തിക്കൊണ്ടിരുന്ന എന്റെ കാർത്തിയാനി പോയി. പിന്നെന്താ, പുതിയ ആൾക്കാർ വരുന്നുണ്ട്. ദ ഓൾഡ് ഈസ് കോർണർ ഈസ് നോട്ട് ഡൈങ് ഔട്ട്. ചിരകാലം അങ്ങനെ ചിതൽ തിന്നു പോയിട്ടും ചിലതുണ്ട് ചിതയിങ്കൽ വയ്ക്കാൻ, അല്ലേ? ഡിന്നർ എന്ന് കേട്ടപ്പോ വരാൻ സന്തോഷം. എനിക്ക് നിന്നെ അറിഞ്ഞുകൂടേടി. ഡിന്നർ വേറെ ആരും കണ്ടിട്ടില്ലല്ലോ. നിങ്ങൾ കണ്ടമാനം കുടിച്ചു പൂസാതിരിക്കാനാ ഞാൻ കൂടെ വരുന്നത്. നീ ആരാ? എന്റെ ആനക്കാരനോ? ആനക്കാരി. ശാരി ചേച്ചി വരിയില്ലേ? വന്നേക്കും. ഞങ്ങള് പോരുമ്പോ രണ്ടുപേരും ഹോസ്പിറ്റലിൽ നിന്ന് പോന്നിട്ടില്ല. ഇനിയും അതൊക്കെ ഒരു കണക്കാ. സഹായിക്കണോ? വേണം. ശാരദ വരികില്ലേ ഭദ്രെ? വരും. വരുന്ന പറഞ്ഞു. അയ്യോ മറന്നു. കുട്ടി ദിവസവും മുത്തശ്ശിന്റെ ഒപ്പം ഇവിടെ വരാറുണ്ടോ? മിക്കവാറും. മുത്തശ്ശിന് കൂട്ടുവരുന്നതോ അതോ ഇവിടെ കാർന്നോരുമായിട്ട് സാഹിത്യം ഡിസ്കസ് ചെയ്യാൻ വരുന്നതോ? രണ്ടുമാണ്. മുത്തശ്ശനെയോ കാർന്നോരെയോ ആരെയോ കൂടുതൽ ഇഷ്ടം? രണ്ടുപേരെയും. അറിയാ അറിയാ. ആ വന്നല്ലോ. സമാധാനമായി. കിട്ടാൻ സ്വല്പം ബുദ്ധിമുട്ടെന്ന് തോന്നുന്നു. ഇത് തന്നെ വേണോന്ന് പറഞ്ഞപ്പോ പിന്നെ ഇത് തന്നെ കിട്ടിയില്ലെങ്കിൽ എങ്ങനെയാന്ന് വിചാരിച്ചു. ഈ വയ്യാത്ത കാലം വെച്ച് ഓട്ടം കുറെ ഓടി. സ്കോച്ചോ? ഇന്നെന്തോ കണ്ടോണ്ടാണല്ലോ. ഈവൻ ഡ്യൂപ്ലിക്കേറ്റ് അല്ല, എന്നാൽ ഒറിജിനലാന്ന് അങ്ങോട്ട് പറയാൻ വയ്യ. ബാലൻസ് ബാലൻസ്. അതൊക്കെ പിന്നെ താങ്കൾ ഗ്ലാസ് എടുത്തോണ്ട് വാ. അതെ ക്ലാസ്. എന്തോന്ന്? അതെ, എനിക്കറിഞ്ഞൂടെ ക്ലാസ് എടുക്കണോ? അമ്മാവിന്റെ കാലിന് എന്ത് പറ്റി? ഒന്നും പറയണ്ട എന്റെ കുഞ്ഞേ. ശതാവരി കിഴങ്ങ് പറിക്കാൻ ഇന്നലെ വനത്തിൽ കയറിയതാ. കൊടും വനമല്ലേ, നട്ടുച്ചയ്ക്ക് പോലും കണ്ണു കാണൂല. കിഴങ്ങിന് വെട്ടിയ വെട്ട് കാലിലായി. ഒരു വിരല് കാലിലും 4 വിരല് കാട്ടില്. എന്നിട്ട് എന്താ, ഇരുട്ടത്ത് വിരല് 4 തപ്പിപ്പെറുക്കിയെടുത്ത് പൂർവ്വസ്ഥാനത്ത് വെച്ച് കുറച്ച് മുറുകൂട്ടി പച്ചില വിഴിഞ്ഞൊഴിച്ച് വിധി പ്രകാരം പൊതിഞ്ഞു വെച്ചു. ഇനി അടവിട്ടിരുന്നോളൂ. അപ്പോ ഇതെന്നാ ഇനി അഴിക്കുന്നേ? അതിനൊക്കെ ഞങ്ങൾക്കൊരു കണക്കുണ്ട്. അമ്മാവാ, ഓ, അമ്മാവനെ എന്താ എല്ലാരും കവലയെന്ന് വിളിക്കുന്നേ? എന്റെ കൈ ഫ്രീ അല്ല. അല്ലായിരുന്നേ കൊച്ചെ, നിന്റെ ഈ കിള്ളി ചോദ്യം ഇന്ന് ഞാൻ അവസാനിപ്പിച്ചേനെ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ ഫ്രീ ആക്കാം. ഓരോന്ന് കഴിഞ്ഞാ പറയാമെന്നാ കാർന്നോര് പറഞ്ഞത്. ഇതിപ്പോ രണ്ടാമത്തത്. ഇനിയിപ്പൊ പറയാം. അതിപ്പോ രണ്ടാമത്തേതിന്റെ ഓരോതോടെ എടുത്തിട്ട് പറഞ്ഞാൽ എന്താ കുഴപ്പം? അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. അതെ, ഇനിയിപ്പൊ പറയാം. കൊച്ചുമോന്റെ ഒരു കത്തുണ്ട്. ഭാസിയുടെ? ആ, അവൻ ഇത്തവണ വെക്കേഷൻ എന്റെ ഒപ്പാ ഇവിടെ. ഗ്ലാഡ് ന്യൂസ്. താനിതെന്തോ പറഞ്ഞിട്ടാടോ കൈയടിക്കുന്നേ? ചുമ്മാ എന്ത് കേട്ടാലും കിടന്ന് കണാ കൊണാന്ന്. സാറേ, ഈ ഒന്ന് മണപ്പിക്കുമ്പോഴേക്കും ആരുടെയെങ്കിലും ഒക്കെ പുറത്ത് കുതിര കയറാൻ തുടങ്ങുന്ന അസുഖം ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഈയിടെ വളരെ കൂടുന്നു. ഞാൻ ചികിത്സിപ്പിച്ചോളാം. ഞങ്ങളുടെ ആയുർവേദ വിധി പ്രകാരം പോലും ഇതിന് ചികിത്സയൊന്നുമില്ല. ഒന്നുകിൽ കുടി നിർത്തുക, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒരു മുറി കയറി വാതിലും അടച്ച് കുറ്റിയിട്ടിരുന്ന് തേമ്പുക. എടാ സീറോ, നീ വാടാ. അവിടെ ഞാൻ വായിച്ചു വെച്ചൊരു പുസ്തകം ഇരിപ്പുണ്ട്, നാലപ്പാടന്റെ കണ്ണുകീർത്തുള്ളി. അതിങ്ങെടുത്തോണ്ട് വാ. കത്തിങ്ങെടുക്കാം. ഭാസ്കർ ഇപ്പോ ഫൈനൽ ഇയർ മെഡിസിൻ കഴിഞ്ഞു. ഈ കൊച്ചുമോൻ എന്ന് പറയുമ്പോ നേരെ ഗ്രാൻഡ്സൺ അല്ലേ? മണപ്പിച്ചില്ല, അതിനു മുമ്പേ തുടങ്ങി പോഴത്തം. ഇവൻ ജയന്റെ മോൻ, എന്റെ ഗ്രാൻഡ്സൺ ഭാസ്കർ. അതാ ചോദിച്ചത്. നേരെ? അതെ, നേരെ. നേരെ അല്ലാതെ പിന്നെ എങ്ങനെ വളഞ്ഞ വഴിക്ക് ഗ്രാൻഡ്സൺ ഉണ്ടാകുന്നേ? അല്ല, പിന്നെ വളഞ്ഞ വഴിക്ക് മോനുണ്ടാകാം. എങ്ങനാ കൊച്ചുമോൻ ഉണ്ടാക്കുന്നത്? ഒന്ന് പറഞ്ഞാട്ടെ.
എല്ലാരും ഒന്ന് വിളിച്ചോട്ടെ, എന്നിട്ട് എടുത്താ മതി. വാ വാ. ആ വന്നേ 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 വന്നേ. കാർന്നോരുടെ മരിച്ചുപോയ മോനില്ലേ ജയൻ, ആ എടാ സണ്ണിന്റെ കത്ത. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. വായിച്ചാട്ടെ. ബാംഗ്ലൂർ പ്രിയപ്പെട്ട അപ്പൂപ്പന്, ഇത്തവണ അപ്പൂപ്പൻ ഒരു ഭീഷണി. വെക്കേഷൻ തുടങ്ങിയാൽ ഞാൻ അങ്ങോട്ട് വരും. വെക്കേഷൻ മറ്റന്നാൾ തുടങ്ങും. മറ്റന്നാ വരിക? മറ്റന്നാ വരില്ലടോ കുറുപ്പേ, മറ്റന്നാ അവന്റെ വെക്കേഷൻ തുടങ്ങുക. ആ മറ്റന്നാ അവന്റെ വെക്കേഷൻ തുടങ്ങുക. ആ വായിച്ചാട്ടെ. ഞാൻ വരുന്നത് ഒറ്റയ്ക്കല്ല, എന്റെ ഒപ്പം 4 or 5 ഫ്രണ്ട്സും കാണും. അപ്പൂപ്പന്റെ വീടിനെ പറ്റിയും സറൗണ്ടിങ്സിനെ പറ്റിയും ഞാൻ കാച്ചിയ വർണ്ണനകൾ കേട്ട് വിരണ്ട് ഹോളിഡേ ആഘോഷിക്കാൻ വരുന്നവരാണ് അവർ. ഇപ്പോ വരാൻ തയ്യാറായി 10-15 പേർ നിപ്പുണ്ട്. പക്ഷേ അപ്പൂപ്പൻ വരലണ്ട. സ്ട്രിക്റ്റായി സെൻസർ ചെയ്ത 3-4 എണ്ണത്തിനെ കൊണ്ടുവരൂ. അതാണ്. വരുന്ന ഡേറ്റ് ഇപ്പൊ പറയാൻ പറ്റുകയില്ല. ഏതായാലും ഒരാഴ്ചക്കുള്ളിൽ എന്ന് കൂട്ടിക്കോളൂ. വേറൊന്നുമില്ല. പിന്നെ അപ്പൂപ്പനെ ഞാൻ കണ്ടിട്ടും കൊല്ലവാറായില്ലേ. അപ്പൂപ്പന്റെ പാച്ചു. കണ്ടോ? സൂക്ഷിച്ച് ചെയ്യടാ വാനര. പിന്നെയും കണ്ണി വീഴിച്ചോ? വീഴിക്കാണോ? വീഴുന്നതല്ലേ. എവിടെ? ശരിയായെന്ന് തോന്നുന്നു. സൂക്ഷിച്ച്. ഇതിലിപ്പോ എങ്ങനെ സൂക്ഷിക്കുന്നേ? എന്നാ പിന്നെ ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ചോണ്ട് ജോലി ചെയ്യാം. എടുത്തോണ്ട് വരട്ടെ? എന്ത്? അമ്മാവിന്റെ കൂളിംഗ് ഗ്ലാസ്. നീ അതും ചെയ്യും. അതിനെന്തിനാ എത്ര വലിയ ചിരി? അതെ ദേവണ്ണേ, ചെറുപ്പക്കാര് പയ്യന്മാരാ വരുന്നത്. നിന്റെ ഇപ്പോഴത്തെ ഈ ചാട്ടോളൊക്കെ ഒന്നും അന്നേരം എടുത്തേക്കരുത്. പോ അമ്മാവാ. നല്ലപോലെ ആഹാരം കഴിക്കുന്നവരാണെങ്കിൽ തൂറാൻ കുഴിക്ക് ഈ ആഴം പോരാ. അതിനൊക്കെ ഞങ്ങൾക്കില്ല കണക്കുകളുണ്ട്. ചോദിച്ചില്ല. തൽക്കാലം ഈ 5 എണ്ണത്തെ നിർത്താം ഇല്ലടാ. അയ്യോ, ഇതെന്താ അതിന്റെ മത്സരം മറ്റോ ആണോ? നമ്മുടെ ഡോക്ടർ അദ്ദേഹം ഇന്നലെ നല്ലൊരു വിറ്റടിച്ചു. എന്നെ കുറിച്ചോ? ആയിരിക്കുമല്ലോ. എന്താണ് പൂവാന്റെ കീറ? ഇദ്ദേഹത്തിന് ഇപ്പോഴാ മെനോപാസ് ആയതെന്ന്. അതിന്റെ ഇളക്കമാണെന്നോ? അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ പറയാം. ഈ വരുന്ന ചിങ്കങ്ങളൊക്കെ ഏത് തരത്തിലുള്ളതാണെന്ന് എങ്ങനെ അറിയാൻ പറ്റും? ഒന്നാമത് അവന്മാർക്ക് ഈ പഴയ വീട് പിടിക്കുമെന്ന് തന്നെ എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് ഇവിടെ വന്നങ്ങ് ഇരുന്നോട്ടെന്നോ എപ്പോഴും? എന്നല്ല, ഇനി അങ്ങനെ ഒരു പ്രശ്നം വരണ്ട. അകത്തൊരു കക്കൂസല്ലേ ഉള്ളൂ, പിന്നൊന്ന് എന്റെയാ. അതിനുള്ളിൽ ഞാൻ അവന്മാരൊന്നും കേട്ടില്ല. കേട്ടരുത്, അതേതായാലും ചെയ്യരുത്. അപ്പൊ ആ ഒരെണ്ണം വെച്ചോണ്ട് രാവിലെ പിള്ളേർക്കെല്ലാം കൂടെ ഒരുമിച്ച് കക്കൂസി പോണെന്ന് തോന്നിയാലോ? ബുദ്ധിയായി. ഈ സൗണ്ട് ഓഫ് തണ്ടർ എങ്ങനെയുണ്ട്? വാദം. അവിടെയൊക്കെ ടൈപ്പ്റൈറ്ററിന് വളരെ വിലക്കുറവാ. അതിന്റെ ദുരന്തങ്ങളിൽ ഒന്നാ. ഇത്രയും നേരമായിട്ടും ബുക്ക് ശരിയായില്ലേ? കിട്ടണ്ടേ? വേണം വേണം. എന്ത് വേണം? എന്താ കുട്ടി ഉദ്ദേശിക്കുന്നത് ഞാൻ പറയട്ടെ? എന്റെ പൊന്നു മോളെ, അന്നത്തിന് ശേഷം പുള്ളിക്കാരന്റെ കത്ത് വല്ലതും വന്നോന്ന് അറിയാൻ വേണ്ടിട്ടല്ലേ താനിവിടെ ഇങ്ങനെ കറങ്ങി നിൽക്കുന്നേ? വന്നിട്ടില്ല. ഇനിയെങ്കിലും ബുക്ക് കിട്ടുമല്ലോ. കിട്ടണം. ഇനി അവിടെ മെസ്സേജ് വല്ലതും വന്നിട്ടുണ്ടോ? എന്ന് വരുന്നെന്ന് അറിയിച്ചോണ്ട്. ഉണ്ടെങ്കി ഞാനിപ്പോ ഇങ്ങോട്ട് വരുവോ? അവന്റെ പേരിലല്ലാതെ ആരുടെ പേരിലാണ് ഞാൻ ആവേശം കൊള്ളേണ്ടത്? ഈ പറയുന്നവരെല്ലാരും കൂടെ അതിനൊരു ഉത്തരം എന്താ? ഞാനത് ഡോക്ടറോട് സൂചിപ്പിച്ചു. 6-7 കൊല്ലം കൂടെ കാണുമ്പോ സ്വല്പം കൂടുതൽ സന്തോഷം തോന്നുമെന്നും പറഞ്ഞു. കിളവൻ സമ്മതിക്കണ്ടേ? 6-7 കൊല്ലം കൂടി അല്ല കാണുന്നെങ്കിൽ എനിക്ക് ഇതേ സന്തോഷമായിരിക്കും. അവനെ എപ്പോ കാണുന്ന എനിക്ക് സന്തോഷമാണ്. അവനും താൻ ആലോചിച്ചിട്ടുണ്ടോന്നറിയില്ല,
എനിക്ക് ഇന്നിപ്പൊ ഈ ഭൂമിയിലെ നേർബന്ധം എന്ന് പറയാൻ അവൻ മാത്രമേ ഉള്ളൂ. അതെ, അതത്രേ ഉള്ളൂ. ആദ്യം കാർത്തിയായനി പോയി, അപ്പോഴും കുടുംബം പോയെന്ന് അങ്ങനെ അങ്ങ് തോന്നിയില്ല. എനിക്ക് എന്റെ മോനും അവന്റെ കുടുംബം ഉണ്ടല്ലോ എന്ന് സമാധാനിച്ചു. ഞാനും അതിന്റെ ഒരു ഭാഗമാണല്ലോ. പിന്നെ ഓർക്കാപ്പുറത്ത് ജയനും പോയി. ആക്സിഡന്റ് എന്നൊക്കെ പറഞ്ഞ് സമാധാനിക്കാമെങ്കിലും എനിക്ക് അതോടെ ആരും ഇല്ലാത്ത പോലായി. പിന്നെ ഇനി ഇവനല്ലേ ഉള്ളൂ, ഈ പാച്ചു. മുഴുവൻ കൊടുത്തില്ലേ? കൊടുത്തു. 2000 ഉണ്ട്. എണ്ണയാണല്ലോ. അതെ. ഇന്നിനി എത്ര ലോഡും കൂടെ പോവും? ഒരു 7-8 പോവും. സാധിക്കുമെങ്കില് അവന്റെ അമ്മയെ കൂടെ വരുത്തണം. വന്ന് 10 ദിവസം മോന്റെ കൂടെ നിന്നിട്ട് പോട്ടെ. എങ്കിൽ നന്നായിരുന്നു. നോക്കട്ടെ. നോക്കാനൊന്നുമില്ല, വരാൻ പറയണം. അമ്മ ബോംബെയില്, മോൻ ബാംഗ്ലൂരില്, അച്ഛൻ കൊമ്പത്ത്, ആന വരുമ്പോ തപ്പൂപ്പന് ഇവിടെ. ഇങ്ങനൊക്കെ വല്ലപ്പോഴും അല്ലേ. അതുകൊണ്ട് ടെലിഗ്രാം കൊടുക്കണം. 10 ദിവസം അവധി എടുത്ത് ഇവിടെ നിൽക്കാൻ പറയണം. വരട്ടെ, വന്ന് നിക്കട്ടെ.